സുഖല്ലേ? കായ കൊണ്ട് പല വെറൈറ്റിയിലും കൂട്ടാൻ നമ്മൾ റെഡിയാക്കാറുണ്ട്. ഇനി കായ വാങ്ങുമ്പോൾ ഈ ഒരു രീതിയിലും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടാ, നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടാവും. 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കുന്നുണ്ട്, 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 5-6 വെളുത്തുള്ളി ചെറുതായിട്ട് മുറിച്ചത്, 1 സവാള, കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക്. സവാള നല്ല സോഫ്റ്റ് ആക്കി എടുക്കും. സവാള നല്ലോണം സോഫ്റ്റ് ആയി വരുമ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. പച്ചമുളക് ചേർക്കുന്നുണ്ട്, അപ്പൊ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്തോളാം. പൊടികളുടെ പച്ചമണം പോണ വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിലേക്ക് 2 തക്കാളി ചേർക്കുന്നുണ്ട്. തക്കാളി നല്ലോണം സോഫ്റ്റ് ആക്കി ഉടഞ്ഞ് കിട്ടണം. കുറച്ച് വെള്ളം കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വേവിച്ചെടുക്കാം. തക്കാളി നല്ലോണം വെന്തുണ്ടാവും, ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. 2 കായ എടുത്ത് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്, അത് ചേർക്കുന്നുണ്ട്. മസാലയിൽ കായ മിക്സ് ചെയ്ത് കൊടുത്ത് കായ വേവിച്ചെടുക്കണം. ഇപ്പൊ വെള്ളം ചേർക്കണ്ടാട്ട, ഈ എണ്ണയിൽ തന്നെ കായ ഒന്ന് കുക്ക് ചെയ്ത് എടുത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ചേർത്ത് വേവിച്ചാൽ മതി. കായ വേവുമ്പോഴേക്കും 1/4 കപ്പ് ചിരകിയ നാളികേരം നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം. കായ നല്ലോണം വെന്തുണ്ടാവും. കായ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. നമ്മൾ അരച്ച് വെച്ചേക്കണ അരപ്പ് ചേർക്കാം. ജാറ് കഴുകിയ വെള്ളം ഇടയുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം, നാളികേരത്തിന്റെ പച്ചസ്വാദ് പോവാനായി. ഈ കൂട്ടാന് അധികം ചാറൊന്നും ഉണ്ടാവില്ല കേട്ടാ, കുറേശ്ശെ ചാറായിട്ടേ ഉണ്ടാവുള്ളൂ. ചോറിൽ പെരട്ടി കഴിക്കാൻ പാകത്തിനുള്ള കൂട്ടാനാണ്. നാളികേരം അരച്ചതും ചേർത്ത് നല്ലോണം തിളപ്പിച്ചെടുത്തുട്ടാ. ഇനി മല്ലിയിലയും കൂടി ഇട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇത്രയേ ഉള്ളൂ. കായ വെച്ച് സിമ്പിളായിട്ട് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആട്ടാ. ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കൂ. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.